കൊച്ചി നഗരമധ്യത്തിൽ കെട്ടിട നിർമ്മാണ ചട്ടം ലംഘിച്ച് നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയം പൊളിച്ചു നീക്കാൻ കൊച്ചി കോർപ്പറേഷൻ ഉത്തരവ്. കല്ലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന റീഗൽ ഫ്ളാറ്റ് 15 ദിവസത്തിനകം പൊളിച്ചു നീക്കണമെന്നാണ് ഉത്തരവ്. മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. ചേതനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ചേതൻ, എന്താണ് സംഭവം? കീർത്തി, കൊച്ചി കല്ലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് തൊട്ട് സമീപമായി സ്ഥിതി ചെയ്യുന്ന റീഗൽ ഫ്ലാറ്റാണ് ഇപ്പോൾ പൊളിച്ചു നീക്കാൻ കൊച്ചി കോർപ്പറേഷൻ ഉത്തരവ് നൽകിയിരിക്കുന്നത്. അതായത് 15 ദിവസത്തിനകം ഈ ഫ്ലാറ്റ് സമുച്ചയം പൊളിച്ചു നീക്കണമെന്നാണ് കൊച്ചി കോർപ്പറേഷൻ ഉത്തരവിട്ടത്. അതിനൊരു കാരണമുണ്ട്. അതായത് ഈ ഫ്ലാറ്റിൻ്റെ സമീപത്തൂടെ പുറകുവശത്തൂടെ പോകുന്ന വഴി, ഈ വഴി കാണിച്ചാണ് അന്ന്, അതായത് 20 വർഷം മുമ്പ് കൊച്ചി ഈ റീഗൽ ഫ്ലാറ്റ് കെട്ടിട അനുമതി നേടിയത്. പക്ഷേ ഈ വഴി ഒരു സ്വകാര്യ വ്യക്തിയുടേതാണ് എന്നാണ് സ്വകാര്യ വ്യക്തിയുടേതാണ്. ഈ ഹൈക്കോടതി അഭിഭാഷകനായ KP മുജീബ് എന്ന സ്വകാര്യ വ്യക്തിയുടെയാണ് ഈ വഴി തങ്ങളുടെയാണെന്ന് കാണിച്ച് ഈ റീഗൽ ഫ്ലാറ്റ് കെട്ടിടാനുമതി നേടി എന്നാണ് ഈ KP മുജീബിൻ്റെ വാദം. ഈ വാദം അദ്ദേഹം കൊച്ചി കോർപ്പറേഷനെ സമീപിക്കുകയുണ്ടായി. ഈ വഴി തൻ്റേതാണെന്ന് പറഞ്ഞ് കോർപ്പറേഷൻ അധികൃതർ വന്ന് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി 2 പേരോടും, അതായത് ഈ പരാതിക്കാരനോടും അതുപോലെ തന്നെ ഫ്ലാറ്റ് ഉടമകളോടും ഈ വഴിയുടെ അവകാശത്തെ സംബന്ധിക്കുന്ന രേഖകളൊക്കെ ഹാജരാക്കാൻ പറഞ്ഞു. പക്ഷേ ഈ ബിൽഡേഴ്സിനോ അതുപോലെ തന്നെ നിലവിലെ ഫ്ലാറ്റ് ഉടമകൾക്കോ ഈ രേഖകൾ ഹാജരാക്കാൻ സാധിച്ചില്ല. പക്ഷേ ഈ കൃത്യമായ രേഖകൾ KP മുജീബ് ഹാജരാക്കുകയും ഈ വഴിയുടെ അവകാശം തനിക്കാണെന്ന് കൃത്യമായി കൊച്ചി കോർപ്പറേഷൻ്റെ ഉത്തരവ് ഉണ്ട്. അതിന് പ്രകാരമാണ് ഇപ്പോൾ ഈ ഫ്ലാറ്റ് പൊളിച്ചു നീക്കാൻ അനുമതി ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ കെട്ടിട ചട്ടപ്രകാരം ഒരു വലിയ കെട്ടിടങ്ങളിലേക്ക് മിനിമം 7 മീറ്റർ വഴിയെങ്കിലും വേണം. പക്ഷേ 20 വർഷം മുമ്പാണ് അന്നത്തെ നിയമപ്രകാരം 5 മീറ്റർ മാത്രമേ വേണ്ടിയുള്ളൂ. 5 മീറ്റർ മാത്രമേ ഈ വഴിക്ക് വേണ്ടൂ. പക്ഷേ അന്ന് ഈ KP മുജീബ് പറയുന്നു ഈ 4 മീറ്റർ വഴി ഫ്ലാറ്റുകളുടെയും ഈ 1 മീറ്റർ തൻ്റെ കയ്യേറ്റം തൻ്റെ സ്ഥലത്തിലൂടെ വഴിയുണ്ടെന്ന് കാണിച്ച് ഈ ഫ്ലാറ്റ് ഉടമകൾ കെട്ടിട അനുമതി നേടിയെടുത്തു എന്നാണ് ഈ പരാതിക്കാരൻ്റെ വാദം. ഇത് ശരിവെക്കുന്നതാണ് ഈ കൊച്ചി കോർപ്പറേഷൻ്റെ ഉത്തരവ്. 15 ദിവസം കൊണ്ട് ഫ്ലാറ്റ് പൊളിച്ചു കളയണം. അതുമാത്രമല്ല, ഇന്നലെ ഈ വിഷയം ഞങ്ങൾ കൊച്ചി മേയറായ അഡ്വക്കേറ്റ് M. അനിൽകുമാറോട് ചോദിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു ഈ വിഷയത്തിൽ ഇടപെടാൻ താനില്ല. അതായത് ഈ നിയമത്തിൻ്റെ വഴിക്ക്, അതായത് നഗരസഭാ അധികൃതർക്ക് പൂർണ്ണമായ അധികാരം നൽകിയിരിക്കുന്നുണ്ട്. അതായത് ഈ ഒരു കയ്യേറ്റവും വെച്ച് ഉറപ്പിക്കില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താൻ അതിൽ ഇടപെടില്ല. നഗരസഭാ അധികാരികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് എന്നാണ് ഇന്നലെ കൊച്ചി കോർപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഇന്നോ നാളെയോ ഈ ഫ്ലാറ്റ് ഉടമകൾ നിയമ നടപടികളിലേക്ക്, അതായത് കോടതിയിലേക്ക് സമീപിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കീർത്തി, ശരി, ചേതനാണ് ആ വിവരങ്ങൾ.